പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ താലിബാന്റെ വ്യോമാക്രമണം ഉണ്ടായി. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം, ബലൂചിസ്ഥാനിലെ കൊറ്റയിലെ സൈനിക കേന്ദ്രം എന്നിവിടങ്ങളിലാണ് വ്യാപകമായ ആക്രമണം ഉണ്ടായതെന്ന് താലിബാൻ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇതിനിടയിൽ മറ്റൊരു രീതിയിൽ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യാണ് വിവരങ്ങൾ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തുടർച്ചയായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യോമാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും കാബൂൾ, ബഗ്രാം എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. ജനവാസ മേഖലകൾക്ക് നേരെയാണ് ഈ വ്യോമാക്രമണം എന്നും ഇതിന് പ്രതികാര നടപടി ഉണ്ടാകുമെന്നും ഉടൻ തന്നെ താലിബാൻ ഭരണകൂടം പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളം, ബലൂചിസ്ഥാനിലെ കൊറ്റയിലുള്ള 12ാം കോർപ്സിന്റെ ആസ്ഥാനം, ബോമണ്ട് ഏജൻസിയിലെ ഖുവേസോ ക്യാമ്പ് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് താലിബാൻ അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ എല്ലാം തന്നെ ലക്ഷ്യം കണ്ടതായും താലിബാൻ ഭരണകൂടം അറിയിക്കുന്നു. പരിമിതമായ വ്യോമ ആക്രമണ സംവിധാനമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. എങ്കിൽ പോലും ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ഇടങ്ങളിൽ ആക്രമണം നടത്തിയത് എന്നാണ് താലിബാൻ സൈന്യം അറിയിക്കുന്നത്. ഈ ആക്രമണത്തിൽ വ്യാപകമായ നാശനഷ്ടം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഉണ്ടായി എന്നും അതിൻ്റെ റിപ്പോർട്ട്, എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നതിൻ്റെ റിപ്പോർട്ട് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്നുമാണ് അഫ്ഗാനിസ്ഥാൻ അറിയിക്കുന്നത്. പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിയ പ്രകോപനങ്ങൾക്ക് മറുപടിയായാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നും പാകിസ്ഥാന്റെ ഏതു നടപടിക്കും ഉചിതമായ തിരിച്ചടി നൽകും എന്നുമാണ് താലിബാൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.